ടിസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ +1 ഹിസ്റ്ററിയിലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, ഞാനിത് ചിലപ്പോൾ ഒരു പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ അപ്ലോഡ് ആക്കുന്നുണ്ടാവുക. സോ എനിവേ നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് വീഡിയോയുടെ ലെന്ത് അനുസരിച്ച് അത് ഡിസൈഡ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ ചാപ്റ്ററായിട്ട് നോക്കാം. പിന്നെ ഇത് +1 ഇപ്പോൾ പബ്ലിക് എക്സാം വരുന്നുണ്ട്. അപ്പം അത് എഴുതുന്നവർക്കും ആൻഡ് ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്നവർക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താക്കുക, സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ ഞാനിതിപ്പോൾ അഡീഷണൽ ടെക്സ്റ്റ് മാത്രമാണ് ഫുള്ളി ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ പറയുന്നത് കേട്ടോ. ബാക്കിയൊക്കെ മലയാള മീഡിയത്തിൻ്റെ കാര്യം കൂടി പറയുന്നുണ്ട്. ഓക്കെ, മലയാള മീഡിയത്തിൻ്റെ അഡീഷണൽ ടെക്സ്റ്റ് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇതിലിപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ പറയുന്നു. ഓക്കെ, സോ എല്ലാവരും കാണാനായിട്ട് നോക്കുക കേട്ടോ. സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏതായിരുന്നു? അഡീഷണൽ ടെക്സ്റ്റിൽ ഒന്നാമത്തെ ചാപ്റ്റർ തന്നെയാണ് ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത് ചാൾസ് ഡാർവിൻ്റെ ബുക്കാണ്. അത് ജസ്റ്റ് ഒരു 1 വേർഡായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ എവല്യൂഷൻ ഓഫ് മാൻ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ 8 മാർക്കിന് മീൻസ് 8 മാർക്കിന് വന്നില്ല എന്നുണ്ടെങ്കിൽ ഷോർട്ടസ്റ്റ് ആയിട്ടെങ്കിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിനകത്ത് അറിയാം പ്രിമേറ്റ്സിനെ പറ്റിയിട്ടും ഒക്കെ, ഹോമിനോയിഡ്സ്, ഹോമിനിഡ്സ് ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓസ്ട്രലോപിത്തക്കേസ്, അതുപോലെ തന്നെ അപ്പോൾ ഇങ്ങനെയുള്ള ടേംസ് ഇതൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഷോർട്ടസ്റ്റ് ആയിട്ട് ഇത് മൊത്തത്തിൽ എവല്യൂഷൻ ഓഫ് മാൻ ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താക്കും, ഇത് ഓരോന്നും എടുത്തിട്ട് ഹോമിനോയിഡ്സും ഹോമിനിഡ്സും തമ്മിൽ കമ്പയർ ചെയ്ത് എഴുതാൻ ചോദിക്കാം. ഓസ്ട്രലോപിത്തക്കേസും ഹോമോയും തമ്മിൽ കമ്പയർ ചെയ്ത് എഴുതാൻ ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഫുൾ ടോപ്പിക്ക് ലൈൻ ബൈ ഒരു ലൈന് പോലും, സോ ഇതിൽ നമുക്ക് ഒരു ലൈൻ പോലും മിസ്സാക്കാനില്ല. ഫുള്ള് തന്നെ നിങ്ങൾ വായിച്ച് പഠിച്ചിട്ട് പോകട്ടോ. പിന്നെ ഈ ബോക്സൊക്കെ കാണുന്നുണ്ടല്ലോ, ഹോമോനെ പിന്നെ ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഹോമോ ഹാബിലസ്, ഹോമോ എറക്ടസ്, ഹോമോ സാപ്പിയൻസ് ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് 1 വേർഡിനും ഒക്കെ ചോദിക്കുന്നതാണ്. ഫുള്ളി നിങ്ങൾ പഠിക്കാം. പിന്നെ പ്ലേസ് ഓഫ് ഒറിജിൻ, അതായത് നമ്മുടെ ആദിമ മനുഷ്യർ എവിടെ ഉത്ഭവിച്ചു എന്നുള്ള റിലേറ്റഡ് തിയറീസ് പറയുന്നുണ്ട്. റിപ്ലേസ്മെൻറ്റ് മോഡലും റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലും. ഓക്കെ, 2 മോഡൽസിനെ പറ്റിയിട്ടും എഴുതാൻ ചോദിക്കാറുണ്ട് ഷോർട്ടസൊക്കെ. അപ്പോൾ അത് നിങ്ങൾ രണ്ടും കൃത്യമായിട്ട് അത് എന്താണെന്നുള്ളത് പഠിക്കാം. ഓക്കെ, പിന്നെ ഇത് കഴിഞ്ഞ കൊല്ലത്തിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെ ടൈപ്പിലാണ് മീൻസ് ഏതൊക്കെ വേയിലൂടെയാണ് ഹ്യൂമൻ ബീങ്സ് അന്ന് ഫുഡ് കണ്ടെത്തിയിരുന്നത്. ഓക്കെ, സോ ഇതാണ് പോയിന്റ്സ്: ഗാദറിങ്, സ്കാവഞ്ചിങ്, ഹണ്ടിങ്, ഫിഷിങ്. ഓക്കെ, ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ കൂടി പറ്റുക, കാരണം ഇതൊരു 4 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഈ 4 പോയിന്റ്സ് മാത്രം എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മാർക്കൊക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലനേഷൻ കൊടുത്തുകൂടി നിങ്ങൾ എഴുതുക കേട്ടോ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. പിന്നെ ഇതിനകത്ത് കുറച്ച് 1 വേർഡ്സ് വരുന്നുണ്ട്. അതായത് ഫ്രാൻസിലുള്ള ലസററ്റ് കേവ് എവിടെയാണെന്ന് ചോദിക്കാം. തെരാമാട്ട് അതുപോലെ തന്നെ ഫ്രാൻസിലുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് 1 വേർഡായിട്ടും ചോദിക്കുന്നതാണ്. അതൊക്കെ പ്രത്യേകിച്ച് നോക്കിയിട്ട് പോകാം കേട്ടോ. ദെൻ അതുപോലെ 1 വേർഡായിട്ട് നോക്കേണ്ടതാണ്. അതൊക്കെ കണ്ടോ, ദറ്റ് ഈസ് ലാസ്കോഗ്സ് ആൻഡ് ചാവറ്റ് ഇൻ ഫ്രാൻസ്. ഓക്കെ, അതായത് ഫ്രാൻസിലുള്ള 2 ഗുഹകളാണ് ലാസ്കോഗ്സും അതുപോലെ ചാവറ്റും. ഓക്കെ, അതും എവിടെയാണെന്ന് പറഞ്ഞ് മാച്ച് ദ ഫോളോവിങ്ങോ അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അൾട്ടാമീറ ഇൻ സ്പെയിനിലുള്ള അൾട്ടാമീറ കേവ്, ഇതും നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇതൊക്കെ 1 വേർഡായിട്ട് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇനി നമുക്ക് വരുന്ന നെക്സ്റ്റ് ചാപ്റ്ററാണ് റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ്, എഴുത്തും നഗര ജീവിതവും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വായിച്ച് പോകുന്നുണ്ട്. സോ എല്ലാവരും കേൾക്കുക. ഇതിന് അത്യാവശ്യം വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ ആദ്യമേ പഠിക്കേണ്ടത് മെസപ്പൊട്ടേമിയ ആൻഡ് ഇറ്റ്സ് ജോഗ്രഫിയാണ്. മെസപ്പൊട്ടേമിയയും അതിൻ്റെ ഭൂമിശാസ്ത്രവും. ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും പഠിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ. സോ 4 മാർക്കിന് നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഉറപ്പാണ് കേട്ടോ. അതൊക്കെ ജോഗ്രഫി എല്ലാം ഇപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് അർബനിസം, നഗര ജീവിതത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്, ഇത് നമുക്ക് എസ്സേക്ക് ചോദിക്കാം. അല്ലെങ്കിൽ എസ്സേ മീൻസ് ഷോർട്ട് എസ്സേക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. ഓക്കെ, 5 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾ പഠിച്ചിട്ട് പോവാം. അടുത്ത് വരുന്ന ഒരു എസ്സേ ടോപ്പിക്കാണ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് റൈറ്റിംഗ്, മീൻസ് 8 മാർക്കിന് വരുന്ന എഴുത്തിൻ്റെ വികാസം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇത് മൊത്തത്തിൽ ഡെവലപ്മെൻറ്റ് ഓഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് എസ്സേക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നതാണ് ക്യൂണിഫോം ലിപിനെ പറ്റിയിട്ട് അല്ലേ. അപ്പോൾ ക്യൂണിഫോം മാത്രമായിട്ട് എല്ലായ്പ്പോഴും 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ മേ ബി 8 മാർക്കിന് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ ക്യൂണിഫോം മാത്രമായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോവേണ്ടതാണ്. ഓക്കെ, ദെൻ യൂസസ് ഓഫ് റൈറ്റിംഗ്, ഇതൊക്കെ എന്താണെന്നറിയോ, ഈ എവിടെ കാണുന്നില്ല ടോപ്പിക്സ്: സിസ്റ്റം ഓഫ് റൈറ്റിംഗ്, ലിറ്ററസി, അതുപോലെ തന്നെ യൂസസ് ഓഫ് റൈറ്റിംഗ്, ഇതെല്ലാം ആ ഒരു എസ്സേയോട് ചേർത്ത് വരുന്നതാണ് കേട്ടോ. യൂസസ് ഓഫ് റൈറ്റിംഗ് വരെയുള്ള കാര്യങ്ങൾ എസ്സേയോട് ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന പോർഷൻസ് ആണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് അർബനൈസേഷനാണ്. ഇതിനകത്ത് കുറച്ച് 1 വേർഡ്സ് ഒക്കെയാണ് കേട്ടോ വരിക മേജറായിട്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതിയാവും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നെക്സ്റ്റ് പഠിക്കേണ്ടതാണ് നഗരജീവിതം, ലൈഫ് ഇൻ ദ സിറ്റി എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതൊരു ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ലൈഫ് ഇൻ ദ സിറ്റി നന്നായിട്ട് പഠിക്കുക. ഓക്കെ, പിന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എ ട്രേഡിംഗ് ടൗൺ ഇൻ എ പാസ്റ്ററൽ സോൺ,
ദാറ്റ് ഈസ് ഇടയമേഖലയിലെ ഒരു വ്യാപാര നഗരം എന്ന് പറഞ്ഞത്. നമ്മുടെ മാരീനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ. മാരീനെ പറ്റിയിട്ട് നമുക്ക് ഷോർട്ടസ്റ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതെന്താക്കുക, നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. പിന്നെ സിറ്റീസ് ഇൻ മെസ്സപ്പൊട്ടാമിയൻ കൾച്ചർ, നഗരങ്ങൾ മെസ്സപ്പൊട്ടാമിയയിൽ സംസ്കാരത്തിൽ എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് വൺ വേർഡ്സിനൊക്കെ ചോദിക്കാം. അതിലൊരു നമ്മുടെ ഗിൽഗാമേഷിൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് വൺ വേർഡായിട്ടോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തൊരു ഷോർട്ടസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് ലെഗസി ഓഫ് റൈറ്റിംഗ്, എഴുത്തിൻ്റെ പൈതൃകം. ഇതുകൂടി ആകുമ്പോൾ ഈ ഒരു ചാപ്റ്റർ തീരും കേട്ടോ. ലെഗസി ഓഫ് റൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ഈസി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നല്ല രസമായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു 4-5 മാർക്കിനൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എല്ലാവർക്കും മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ചാപ്റ്റർ അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്ററാണ്. അപ്പോൾ ആദ്യമേ പറഞ്ഞു മോസ്റ്റ് ഓഫ് ദ ടോപ്പിക്സും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കേണ്ടതാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോവുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വരുന്ന ചാപ്റ്ററാണ് ഇത്, ആൻ എംപയർ അക്രോസ് 3 കോണ്ടിനെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എവിടെയാണ് കേട്ടോ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. 3 ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടന്ന ഒരു സാമ്രാജ്യം, ആൻ എംപയർ അക്രോസ് 3 കോണ്ടിനെൻറ്റ്സ്. നമ്മുടെ റോമ സാമ്രാജ്യത്തെ പറ്റി പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ദ ഏർലി എംപയർ, ആദ്യകാല സാമ്രാജ്യം എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഇൻട്രൊഡക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഇതിൽ നിന്ന് 1 മാർക്കിനും 2 മാർക്സിനും ഒക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു പ്രിൻസിപ്പേറ്റ് എന്ന് പറഞ്ഞൊരു ടേം കാണാൻ പറ്റുന്നുണ്ടല്ലോ. പ്രിൻസിപ്പേറ്റ് നമുക്ക് എപ്പോഴും 2 മാർക്സിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പ്രിൻസിപ്പേറ്റ് എന്ന് പറയുന്ന ടേമിനെ ഡിഫൈൻ ചെയ്യൂ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ ടോപ്പിക് ഫുള്ളായിട്ട് തന്നെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോവുക കേട്ടോ. കാരണം അതെ, 1 വേർഡിനൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അത്യാവശ്യം ഉണ്ട് അത് വായിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ നമുക്കൊരു ഡൗട്ടും ഇല്ല, നെക്സ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് 3rd സെഞ്ച്വറി ക്രൈസിസ്. ഒരു 3 മാർക്കിന് മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ 3rd സെഞ്ച്വറി ക്രൈസിസ്, 3-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ പഠിക്കേണ്ടതാണ് ജെൻഡർ ലിറ്ററസി കൾച്ചർ, ലിംഗഭേദം സാക്ഷരത സംസ്കാരം എന്ന് പറയുന്ന ടോപ്പിക്ക്. എഗെയിൻ ഒരു ഷോർട്ടസ്റ്റ് ടോപ്പിക്കാണ്, അത് നിങ്ങൾ പഠിക്കുക കേട്ടോ. ദെൻ എക്കണോമിക് എക്സ്പാൻഷൻ, ഓക്കെ, സാമ്പത്തിക വിപുലീകരണം, അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഷോർട്ടസ്റ്റേക്ക് ചോദിക്കാം. ഇത് പിന്നെ റോമൻ സിവിലൈസേഷനെ പറ്റിയിട്ട് റോമൻ എംപയറിനെ പറ്റിയിട്ട് എസ്സേക്കും ചോദിക്കാറുണ്ട് കേട്ടോ 8 മാർക്കിന്. അങ്ങനെ റോമിനെ കുറിച്ചിട്ട് എസ്സേക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെയും ഈ പറഞ്ഞ ടോപ്പിക്സുകളൊക്കെയും അതിനകത്ത് ഹിൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ എക്കണോമിക് എക്സ്പാൻഷനെ പറ്റിയിട്ടും ജെൻഡർ ലിറ്ററസി കൾച്ചറിനെ പറ്റിയിട്ടൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഹിൻസായിട്ട് സൂചകങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതായത് റോമിനെ കുറിച്ച് എസ്സേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പഠിക്കുന്ന ടോപ്പിക്സൊക്കെ അതിനകത്ത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, എസ്സേയുടെ കൂടെയും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ എസ്സേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഓരോ ടോപ്പിക്സും സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ 3rd സെഞ്ച്വറി ക്രൈസിസ്, ജെൻഡർ ലിറ്ററസി ആൻഡ് കൾച്ചർ ആൻഡ് ഈ എക്കണോമിക്സ് എക്സ്പാൻഷൻ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. അത് കൃത്യമായിട്ട് തന്നെ ഫുള്ളായിട്ട് പഠിച്ചിട്ട് പോവുക. പിന്നെ കൺട്രോളിങ് വർക്ക്, സ്ലാവറി സിസ്റ്റത്തെ പറ്റി പറയുന്നുണ്ട്. അതും ഇതുപോലെ പഠിക്കേണ്ട ടോപ്പിക്കാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവും. അതായത് മൊത്തത്തിൽ നമുക്ക് എസ്സേക്ക് ചോദിക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്തി അവർ ചോദിക്കാം. അല്ല, എസ്സേക്ക് 8 മാർക്കിന് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിലേത് വേണോ സെപ്പറേറ്റ് ആയിട്ട് ഷോർട്ടസ്റ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാം. ഓക്കെ ആണല്ലോ. അതുപോലെ നെക്സ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് സോഷ്യൽ ഹൈറാർക്കീസ്, സാമൂഹിക ശ്രേണികൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നല്ല രസമായിട്ട് മീൻസ് ഈസിയാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. സോഷ്യൽ ഹൈറാർക്കീസും അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ട് പോകട്ടെ. സോഷ്യൽ ഹൈറാർക്കി എന്തായാലും ചോദിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ 5 മാർക്കിൻ്റെ സെക്ഷനിൽ മിക്കപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് ലേറ്റ് ആൻറ്റിക്വിറ്റി, പിൽക്കാല പൗരാണികത എന്താണെന്നുള്ളത്. ലേറ്റ് ആൻറ്റിക്വിറ്റി എല്ലാവരും പഠിച്ചിട്ട് പോകും കേട്ടോ. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് നമ്മുടെ ഡയോക്ലീഷ്യനെ പറ്റിയിട്ടും കോൺസ്റ്റൻറ്റൈനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അഥവാ 5 മാർക്കിൻ്റെ സെക്ഷനിലൊക്കെ വന്നില്ലെങ്കിൽ ഇതിൽ ആരെങ്കിലും ഒരാളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ചോദിക്കാം. മീൻസ് ഡയോക്ലീഷ്യൻ കൊണ്ടുവന്ന റിഫോംസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റൈൻ എന്തൊക്കെ റിഫോംസ്, എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താക്കാം നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അതൊരു 4-3 മാർക്കിന് അങ്ങനെയും ചോദിക്കാറുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, കൂടുതലൊന്നും ആലോചിക്കേണ്ട, ലേറ്റ് ആൻറ്റിക്വിറ്റി കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, ഒരു ഷോർട്ടസ്റ്റ് എക്സ്പെക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എസ്സേക്ക് റോം ചോദിക്കുകയാണെങ്കിൽ അതോടൊപ്പം ഇതിലേത് ടോപ്പിക്സ് വേണോ ഹിൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും, നമ്മളത് എഴുതേണ്ടി വരും. ഓക്കെ, അങ്ങനെ ചോദിക്കാനും ഉണ്ട്. ഓക്കെ, അല്ല എസ്സേ വന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഷോർട്ടസ്റ്റ് ആയിട്ടും വരാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്ന ചാപ്റ്ററാണ് നൊമാഡിക് എംപയേഴ്സ്, നാടോടി സാമ്രാജ്യങ്ങളെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ചും പറയാനുള്ള ചോദ്യങ്ങൾ ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതി കാണിച്ചു തരാം കേട്ടോ. എന്തൊക്കെയാണ്, യാം എന്താണെന്ന് നിങ്ങൾ പഠിക്കുക. ഓക്കെ, പിന്നെന്താണ് യാസ എന്താണെന്ന് അറിഞ്ഞിരിക്കുക, ക്യുറിൽത്തായ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്യുറിൽത്തായ് ഇതൊക്കെ എല്ലായ്പ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. യാം, യാസ, ക്യുറിൽത്തായ്.
ഓക്കെ. അതുപോലെ പഠിക്കേണ്ടതാണ് മിലിറ്ററി സിസ്റ്റം. അതായത് ജംഗീഷ് ഖാൻ്റെ മിലിറ്ററി എങ്ങനെയായിരുന്നു, സൈന്യം എങ്ങനെയായിരുന്നു. ജംഗീഷ് ഖാൻ ഈ ഒരു എന്താ പറയുക സൈന്യം ഏറ്റെടുത്തതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ സൈന്യത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ ചേർത്ത് ചോട്ടസിക്ക് ചോദിക്കാറുണ്ട് മിലിറ്ററി സിസ്റ്റത്തെ പറ്റിയിട്ട്. അതിനെ നമ്മൾ താമ എന്നാണ് പറയുക അല്ലേ. ഓക്കെ, അപ്പോൾ താമ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഡൗട്ട് വരരുത്, മിലിറ്ററിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ പിന്നെ പഠിക്കേണ്ടതാണ് ലൈഫ് ഓഫ് ജംഗീഷ് ഖാൻ. GK എന്നാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. ലൈഫ് ഓഫ് ജംഗീഷ് ഖാൻ, ജംഗീഷ് ഖാൻ്റെ ജീവിതം, ആ ഒരു ബർത്ത് മുതലുള്ള ജനനം മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞത്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഭാര്യയുടെ പേര് ഒക്കെ പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടല്ലോ, അതുകൂടി നിങ്ങൾ പഠിക്കുക. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ടോപ്പിക്ക്, ജംഗീസ് ഖാൻ്റെ ജീവിതം, കരിയർ ഓഫ് ജംഗീഷ് ഖാൻ അല്ലെങ്കിൽ ലൈഫ്, എങ്ങനെ വേണമെങ്കിലും ചോദ്യം ചോദിക്കാം. അപ്പോൾ ഇതുകൂടി നിങ്ങൾ നോക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, യാം എന്താണ്, യാസ എന്താണ്, ക്യുറിൽത്തായി എന്താണ്, താമ അതായത് മിലിറ്ററി ഓർഗനൈസേഷൻ എങ്ങനെയായിരുന്നു, ആൻഡ് ഓൾസോ ഇദ്ദേഹത്തിൻ്റെ കരിയർ അല്ലെങ്കിൽ ലൈഫ് എങ്ങനെയായിരുന്നു. ഇത്രയും ടോപ്പിക്സ് മാത്രം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിട്ട് പോയാൽ മതി. ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ച് വെക്കാം. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വരുന്നത് എന്താണ്, നമ്മുടെ അഡീഷണൽ ടെക്സ്റ്റിലെ 2ാമത്തെ ചാപ്റ്ററാണ് കൾച്ചറൽ ഫോർമേഷൻസ് ഇൻ ദ മിഡിൽ ഏജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം എന്താ പറയുക ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് അല്ലേ. സോ ഇതിനകത്ത് എമർജൻസ് ഓഫ് ഇസ്ലാം എങ്ങനെയാണ് ഉദയം ചെയ്തത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ആദ്യമേ. അത് നിങ്ങളൊന്ന് വായിച്ച് വെച്ചേക്കുക. നമുക്ക് ഷോർട്ടസ്റ്റ് ആയിട്ടൊക്കെ ചോദിക്കാനും ഒക്കെ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അല്ലെങ്കിൽ 1 വേർഡ്സ് ഒക്കെ ഇതിനകത്തുനിന്ന് വരാറുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ നമ്മൾ പഠിക്കുന്നൊരു ടേമാണ് ഹിജറ അല്ലേ. ഹിജറേനെ പറ്റിയിട്ട് 2 മാർക്കിന് ക്വസ്റ്റ്യൻ വരാം, 1 മാർക്കിന് വരാം, സെപ്പറേറ്റ് ആയിട്ട് കേട്ടോ. അല്ലെങ്കിൽ മൊത്തത്തിൽ എമർജൻസ് ഓഫ് ഇസ്ലാം എങ്ങനെയായിരുന്നു അങ്ങനെ നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഹിജറ നമുക്ക് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് അത് നിങ്ങൾ പഠിക്കാം. കാലിഫേറ്റ് ഇമ്പീരിയലിസത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. കാലിഫേറ്റുമാരെ കുറിച്ചിട്ട് കേട്ടോ, ഖലീഫമാരെ കുറിച്ചിട്ട്, അബൂബക്കറിനെ പറ്റിയിട്ടും ഉസ്മാനെ പറ്റിയിട്ടും അലി, ഉമർ ഒക്കെ പറയുന്നുണ്ട്. അവരുടെ പേരൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഖലീഫമാരുടെ പേരൊക്കെ ഫുള്ളായിട്ട് തന്നെ ആ ടോപ്പിക്ക് പഠിക്കുക. അതുപോലെ തന്നെ ഉമയാദ് ഡൈനാസ്റ്റി. ഓക്കെ, ഇതൊന്നും പ്രത്യേകിച്ച് അങ്ങനെ പറയാനില്ല, കൃത്യമായിട്ട് പഠിക്കുക, അത്രേ പറയാനുള്ളൂ കേട്ടോ. കാരണം നമുക്ക് ഷോർട്ടസ്റ്റ് ആയിട്ടൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് അബ്ദുൽ മാലിക് എടുത്ത മെഷേഴ്സ് എന്തൊക്കെയായിരുന്നു ഈ ഒരു ഉമയാദ് ഡൈനാസ്റ്റി പഠിക്കുന്നതാണ്. അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, പിന്നെ അബ്ബാസിഡുകാരുടെ ഉദയം എങ്ങനെയായിരുന്നു ആ ഒരു കാര്യം, അത് നിങ്ങൾ വായിച്ച് വെക്കേണ്ടത് തന്നെയാണ് കേട്ടോ. ഓക്കെ, പിന്നെ ക്രൂസൈഡ്സ്. ഇപ്പം ഞാൻ പറഞ്ഞ ടോപ്പിക്സ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ട് എങ്കിലും ഈ ഒരു സംഭവം നിങ്ങൾ പഠിക്കാണ്ട് പോകരുത്. ഇത് നമുക്ക് എല്ലാവർക്കും എഴുതി മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ക്രൂസൈഡ്സ്, കുരിശ് യുദ്ധങ്ങളെന്നാണ് പറയുക കേട്ടോ. ഓക്കെ, സോ ക്രൂസൈഡ്സിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കുക. ക്രൂസൈഡ്സ് അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു എന്ന് പറഞ്ഞിട്ടേക്ക് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. ഈ പോയിൻറ്റ്സ് ഇത്രയാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ 4 പോയിൻറ്റ് പഠിച്ച് വെച്ചാൽ മതി. അവിടെ സുഖമായിട്ടൊരു 3-4 മാർക്കിനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. നമുക്ക് എന്താക്കാം, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ക്രൂസൈഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക്കാണ് ഇത്, ലെഗസി ഓഫ് ഇസ്ലാം ടു ദ വേൾഡ് അല്ലേ. ലോകത്തിന് നമ്മുടെ ഇസ്ലാം മതം നൽകിയ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു. 8 മാർക്കിന് ഷുവറാണ് കേട്ടോ. എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ഇത് ഇത്തിരി പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല. കാണുന്നുണ്ടല്ലോ, ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഓക്കെ, പറ്റുന്നവരെല്ലാവരും പഠിക്കുക, പറ്റുന്നവരെല്ലാവരും നന്നായിട്ട് എഴുതാൻ നോക്കുക കേട്ടോ. ഓക്കെ, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇത് നമുക്കങ്ങനെ സ്കിപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഓക്കെ, കാരണം ഇപ്പോഴും ചോദിക്കും, ഇത് ഉറപ്പാണ്, ഇത് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, സോ എന്തായാലും ജസ്റ്റെങ്കിലും നിങ്ങളൊന്ന് വായിച്ചിട്ട് പോകണം. ഓക്കെ, അത്രേ അതിൽ പറയാനുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, 8 മാർക്കിന് ചോദിക്കുന്നതാണ്. പിന്നെ സിവിലൈസേഷൻ ഇൻ സെൻട്രൽ ആൻഡ് സൗത്ത് അമേരിക്ക എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്കാണ്. ഇതിനകത്ത് അസ്റ്റെക്സ്, മായാസ്, ഇൻകാസിനെ പറ്റിയിട്ടാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇതെന്ത് ചെയ്യും, നമുക്ക് എസ്സേക്ക് കഴിഞ്ഞ തവണ ഐ തിങ്ക് 8 മാർക്കിന് എങ്ങാണ്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ, അസ്റ്റെക് ഇൻകമായ. പക്ഷെ അതൊരിക്കലും എക്സ്പെക്ട് ചെയ്തൊരു കാര്യമല്ല. കാരണം ഇത് ഷോർട്ടസ്റ്റ് ആയിട്ടോ അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കായിരുന്നു. പക്ഷേ എസ്സേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. എങ്ങനെയാണ് അസ്റ്റെക് ഇൻകമായ മൊത്തത്തിൽ 3 കൂടി ചേർത്ത് നമുക്ക് എസ്സേക്ക് വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരാളെ കുറിച്ചിട്ട്, മീൻസ് അസ്റ്റെക്സിനെ പറ്റി മാത്രം ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഇൻക, അല്ലെങ്കിൽ മായ. ഓക്കെ, അല്ലെങ്കിൽ 2 പറ്റിയിട്ട് അസ്റ്റെക്സിനെ ഇൻകാസിനെ പറ്റിയിട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചോദിക്കാം. അപ്പോൾ നിങ്ങളിത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോവുക കേട്ടോ, കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഒരു ചാപ്റ്റർ പറഞ്ഞപ്പോൾ തന്നെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. പറ്റുന്നവരെല്ലാം പഠിക്കാം. എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമയാദ് ഡൈനാസ്റ്റി നിങ്ങൾ നോക്കുക. ഓക്കെ, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒന്നുകൂടി എന്താ പറയുക, ഒരു ഫിൽട്ടർ ചെയ്ത് പറയുകയാണെ, ഉമയാദ് ഡൈനാസ്റ്റി നിങ്ങൾ പഠിക്കുക.
ക്രുസൈഡ്സ് കുരിശുയുദ്ധങ്ങൾ നിങ്ങൾ നോക്കുക. ഓക്കെ, ഹിജറ എന്തായിരുന്നു അത് നിങ്ങൾ പഠിക്കുക. പിന്നെ ലെഗസി ഓഫ് ഇസ്ലാം ടു ദ വേൾഡ് എസ്സേക്ക് കണക്കാക്കി നോക്കുക. പിന്നെ അതുപോലെ അസ്ടെക് ഇൻകം ആയ. ഓക്കെ, ഇത്രയെങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് പഠിച്ചിട്ട് പോവുക. ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ പറ്റുന്ന പോലെ ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി. ഓക്കെ, ഏതൊക്കെയാണ് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഏതൊക്കെയാണ് ഹിജറ എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ ഉമ്മയാദ് ഡൈനാസ്റ്റി, പിന്നെന്താണ് ക്രുസൈഡ്സ്, ലെഗസി ഓഫ് ഇസ്ലാം എന്താണെന്നുള്ളത് 8 മാർക്കാണ്, ആൻഡ് അസ്ടെക് ഇൻകം ആയ. ഓക്കെ, ഇത് ഇത്ര നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കുക. പിന്നെ ഇതിൽ നിന്ന് എവിടെ നിന്നൊക്കെ വേണമെങ്കിലും 1 വേർഡ്സും അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ പറ്റുന്നവർ മാക്സിമം പഠിച്ചിട്ട് പോവുക. പിന്നെ ഞാൻ ഈ ഫിൽട്ടർ ചെയ്ത് പറഞ്ഞ ഇത്രയും ടോപ്പിക്സ് എല്ലാവരും നിർബന്ധമായിട്ടും പഠിക്കുക കേട്ടോ. അതൊക്കെ അത്യാവശ്യം പ്രശ്നമില്ല, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഇനി നമുക്ക് വരുന്ന ചാപ്റ്ററാണ് ദ 3 ഓർഡേഴ്സ്, 3 വിഭാഗങ്ങളെന്ന് പറയുന്നത് അല്ലേ. ഇമ്പോർട്ടൻറ്റ് 8 മാർക്കിൻ്റെ എസ്സേ ചോദ്യമുള്ള ചാപ്റ്ററാണ് 3 ഓർഡേഴ്സ് എന്ന് പറയുന്നത്. എസ്സേ മാത്രമല്ല, അത്യാവശ്യം കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്. ഓക്കെ, സോ 3 ഓർഡേഴ്സിനെ പറ്റി തന്നെയാണ് ആദ്യമേ വരുന്നത്. 8 മാർക്കാണ്. ഞാൻ വീണ്ടും എഴുതാണ്, നമ്മൾ ലെഗസി ഓഫ് ഇസ്ലാം പറഞ്ഞതുപോലെ ഇത് ഉറപ്പായിട്ടും 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും പഠിക്കുക. ഇത് എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതാണ്. സോ ഈസിയാണ്, എല്ലാവരും പഠിക്കുക കേട്ടോ. ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇതുവരെ ആരെങ്കിലും ഇത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്താക്കുക, പഠിക്കുക. സമയമുണ്ട്, നിങ്ങൾ പഠിക്കുക. 3 ഓർഡേഴ്സ് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഫസ്റ്റ് ഓർഡറും സെക്കൻഡ് ഓർഡറും തേർഡ് ഓർഡറും ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, എഴുതാനുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കുക കേട്ടോ. പിന്നെ ഇതാ മെനോറിയൽ എസ്റ്റേറ്റ് അല്ലേ. മെനോറിയൽ എസ്റ്റേറ്റിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ഒരു 2 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ എഴുതാൻ ചോദിക്കാറുണ്ട്. നോക്കിയിട്ട് പോകേണ്ട ടോപ്പിക്കാണ്. നൈറ്റുകൾ അതൊരു 2 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. നൈറ്റ്സിനെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. സോ അത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കുക. ഓക്കെ, ഈ മങ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അതൊക്കെ നമ്മുടെ എസ്സേയുടെ കൂടെ വരുന്നതാണ്. പിന്നെ ഇതാ ഇങ്ങനൊരു ടോപ്പിക്കുണ്ട്. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഷോർട്ട് എസ്സേക്ക് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോഷ്യൽ ആൻഡ് എക്കണോമിക് റിലേഷൻസ്. ഓക്കെ, സാമൂഹിക സാമ്പത്തിക ബന്ധങ്ങളെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് 4-5 മാർക്കിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു എസ്സേ ടോപ്പിക്കാണ്. എൻവിയോൺമെൻറ്റിനെ പറ്റി ഇതൊക്കെ ഇതിനകത്തുള്ള ആൻസേഴ്സ് ആണ്. ലാൻഡ് യൂസ്, ന്യൂ അഗ്രികൾച്ചർ ടെക്നോളജി, എക്സ്പ്ലനേഷൻ സഹിതം തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോകണേ. പിന്നെ ഇതാ 4th ഓർഡർ 4ാം വിഭാഗത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. 4th ഓർഡറിനെ പറ്റിയിട്ട് മാത്രമായിട്ട് ഷോർട്ട് എസ്സേക്ക് നമുക്ക് ചോദിക്കുന്നതാണ്. അത് നിങ്ങൾ പഠിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. പിന്നെ കത്തീഡ്രൽ ടൗൺസ് പലപ്പോഴും ഒരു 2 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കത്തീഡ്രൽ നഗരങ്ങളെ പറ്റിയിട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കത്തീഡ്രൽ ടൗൺസ് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇതാ ക്രൈസിസ് ഓഫ് 14th സെഞ്ച്വറി അഗെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. 14ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി. ഓക്കെ, നമ്മൾ റോം പഠിച്ചപ്പോൾ 3rd സെഞ്ച്വറി ക്രൈസിസ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 14ാം നൂറ്റാണ്ടിൻ്റെ പ്രതിസന്ധി 14th സെഞ്ച്വറി ക്രൈസിസ് ആണ് ചോദിക്കാറുള്ളത്. കൃത്യമായിട്ട് പഠിക്കുക. ഷോർട്ട് എസ്സേ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കുക. മേജറായിട്ട് ആ ഒരു എസ്സേ ടോപ്പിക്ക് 3 ഓർഡേഴ്സ്, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ. ഓക്കെ, എക്സ്പ്ലനേഷൻ സഹിതം കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പോകാൻ 8 മാർക്കിന് കണക്കാക്കി. ഓക്കെ, അത് എന്തായാലും ചോദിക്കാം. ആൻഡ് ഓൾസോ നെക്സ്റ്റ് ഈ പറഞ്ഞ ഷോർട്ട് എസ്സേ ടോപ്പിക്കുകളെല്ലാം നോക്കിയിട്ട് പോവുക. ഇതെല്ലാം കൂടി ചോദിക്കുമെന്നല്ല പറയുന്നത്, ഇതിലേതെങ്കിലുമൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ചോദിക്കാറുള്ള ടോപ്പിക്സുകൾ കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് അത് പറഞ്ഞത് കേട്ടോ. ഷോർട്ട് എസ്സേ ആണ്, നമുക്ക് പഠിക്കാൻ അത്യാവശ്യം കാര്യങ്ങൾ അതിനകത്തൊക്കെ ഉണ്ട്. സോ പറ്റുന്ന പോലെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. നെക്സ്റ്റ് നമുക്ക് വരുന്ന ചാപ്റ്ററാണ് ചേഞ്ചിങ് കൾച്ചറൽ ട്രഡീഷൻസ് അല്ലേ, മാറുന്ന സാംസ്കാരിക പാരമ്പര്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതിനകത്ത് റിവൈവൽ ഓഫ് ഇറ്റാലിയൻ സിറ്റീസ്, ഇറ്റാലിയൻ നഗരങ്ങളുടെ പുനരുത്ഥാനം എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. ഇതിനകത്ത് നമുക്കൊരു 1 മാർക്ക് 2 മാർക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് വെച്ചിട്ട് പോവുക കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ടോപ്പിക് കണ്ടോ, യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഹ്യൂമാനിസം, സർവകലാശാലകളും മാനവികതയും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രത്യേകിച്ചും ഹ്യൂമനിസത്തെ പറ്റിയിട്ടൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഫുള്ളായിട്ട് പഠിച്ചിട്ട് പോകണേ. ഹ്യൂമനിസം മേ ബി വേണമെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം, അങ്ങനെയും ചോദിക്കാം, മൊത്തത്തിൽ ഷോർട്ട് എസ്സേ ആയിട്ടും ചോദിക്കാം. സോ ഫുള്ളായിട്ട് അത് പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഇനി ഒരു എസ്സേ ചോദ്യം ഇതിനകത്തുണ്ട്. മീൻസ് 8 മാർക്കിന് ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് എസ്സേ ആയിട്ടും ചോദിക്കാം. ഓക്കെ, അതായത് സയൻസ് ആൻഡ് ഫിലോസഫി, ദ അറബ്സ് കോൺട്രിബ്യൂഷൻ, ശാസ്ത്രവും തത്വചിന്തയും അറബികളുടെ സംഭാവന. സയൻസ് ആൻഡ് ഫിലോസഫി ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇതുണ്ട്. അതുപോലെ തന്നെ കലാകാരന്മാരും റിയലിസവും, ആർട്ടിസ്റ്റ് ആൻഡ് റിയലിസം, ആർട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു ടോപ്പിക്ക് കിടക്കുന്നുണ്ട്. അതുപോലെ ആർക്കിടെക്ചർ കൂടിയുണ്ട്. ഇത് കാണുന്നുണ്ടല്ലോ, വാസ്തുശില്പകല. ഈ 3 ടോപ്പിക്സ്, ഇപ്പോൾ പറഞ്ഞ 3 ടോപ്പിക്സും റിലേറ്റ് ചെയ്തിട്ട് ഒരു 8 മാർക്കിന് നമുക്ക് മൊത്തത്തിൽ ചേർത്ത് നമുക്ക് ചോദിക്കാറുണ്ട്.
ഓക്കെ, ഒരു എസ് എ ടോപ്പിക്കാണ്. അല്ല എസ് എക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഷോർട്ട് എസ് എക്കായാലും വരാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഫുള്ളി അതൊന്ന് കൃത്യമായിട്ട് നോക്കുക. പിന്നെ അതിനകത്തൊക്കെ തന്നെ പല ബുക്സിൻ്റെ പേര്, ഓതേഴ്സിൻ്റെ പേരുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഈ പല പെയിൻറ്റിങ്സ് വരച്ച ആൾക്കാരുടെ പേര്, പെയിൻറ്റിങ്സിൻ്റെ പേര്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെയും വൺ വേർഡ്സ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടും വരാറുണ്ട്. ഓക്കെ, ഇതൊന്നും ഷോർട്ട് എസ് എക്ക് ഒന്നിനും വന്നില്ലെങ്കിൽ അതൊക്കെ വൺ വേർഡിന് എടുത്ത് ചോദിക്കും. അതുകൊണ്ട് തന്നെ ആ 3 ടോപ്പിക്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, വായിച്ച് മനസ്സിലാക്കിയിട്ട് കേട്ടോ. പിയാത്ത, മൈക്കൽ ആഞ്ചലോ അല്ലേ, ഫിലിപ്പോ ബ്രൂണഷെല്ലി, അതൊക്കെ നമുക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഗിൽഡ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് അവിടെ കാണാം, ഗിൽഡ്. ഓക്കെ, സോ ഇത് നമുക്ക് 2 മാർക്കിന് സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ ഈ ഗിൽഡ് എന്ന് പറയുന്നത്. അതുകൂടി നിങ്ങൾ നോക്കുക അവിടെ. ഓക്കെ, അതൊക്കെ പഠിക്കുമ്പോൾ അവിടെ കിട്ടിക്കോളും, പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. പിന്നെ ആദ്യമായിട്ട് ബുക്ക് പ്രിൻറ്റ് ചെയ്തത് ആരായിരുന്നു, മീൻസ് പ്രിൻറ്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത് നമ്മുടെ ജോഹാനസ് ഗുട്ടൻബർഗാണ്. ആദ്യമായിട്ട് പ്രിൻറ്റ് ചെയ്തത് ബൈബിളാണ്. ആ ഒരു കാര്യം നിങ്ങൾ വൺ വേർഡായിട്ടൊന്ന് നോക്കി വെച്ചാൽ മതിയാവേ. പിന്നെ സ്ത്രീകളുടെ ആഗ്രഹങ്ങൾ, ദ ആസ്പിറേഷൻസ് ഓഫ് വിമൺ എന്ന് പറഞ്ഞിട്ട് വിമൺ റിലേറ്റഡ് ആയിട്ടൊരു ടോപ്പിക്ക് വരുന്നുണ്ട്. ഇത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇതിനകത്ത് സ്ത്രീകളുടെ പേര്, ദെൻ അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ 2 സ്ത്രീകളുടെ പേര് ഏതാണ്, കാസൻഡ്ര ഫെഡലൈം ആൻഡ് ഇസബെല്ല ഡിയസ്തെ. ഓക്കെ, ഇത് നമുക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിമൻ്റെ പേര് അത് കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. വിമൻ്റെ പേര് മാത്രമല്ല അവരുടെ കോൺട്രിബ്യൂഷൻസ് ഉൾപ്പെടെ നിങ്ങൾ പഠിച്ചിട്ട് പോവേണ്ടതാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നൊരു ഷോർട്ട് എസ്സേ ടോപ്പിക്കാണ് ക്രിസ്തു മതത്തിനുള്ളിലെ സംവാദങ്ങൾ, ഡിബേറ്റ്സ് വിത്തിൻ ക്രിസ്ത്യാനിറ്റി. ഓക്കെ, ഇതിനകത്ത് എന്താ പറയുക, ക്രിസ്ത്യാനിറ്റി റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെയും വായിച്ചിട്ട് പഠിച്ചിട്ട് പോകേണ്ട കാര്യമാണ് കേട്ടോ. ഷോർട്ട് എസ്സേ ആയിട്ട് നമുക്കത് റിലേറ്റ് ചെയ്തിട്ട് വൺ വേർഡ്സ് ഒക്കെ ചോദിക്കാറുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ് കോപ്പർനിക്കൻ റവല്യൂഷൻ, കോപ്പർനിക്കൻ വിപ്ലവത്തെ പറ്റിയിട്ട്. ഇത് കഴിഞ്ഞ കൊല്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഷോർട്ട് എസ്സേ ആയിട്ട് 4 or 5 മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. നല്ല എളുപ്പമാണ് അത് പഠിക്കാൻ വേണ്ടിയിട്ട്. അതുകൂടി നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് നമ്മുടെ അഡീഷണൽ ടെക്സ്റ്റിലെ 3ാമത്തെ ചാപ്റ്ററാണ് ഏജ് ഓഫ് ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻസ്. ഓക്കെ, സോ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. സോ ഇതിനകത്ത് ആദ്യം ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കുണ്ട്. ഇത് നിങ്ങളെല്ലാവരും പഠിച്ചിട്ട് പോവുക. കാരണം ഇതിനകത്ത് നിന്ന് നമുക്ക് വൺ വേർഡ്സും കഴിഞ്ഞ കൊല്ലം ക്രൊണോളജിക്കൽ ഓർഡറും ഒക്കെ ഇതിനകത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് നിങ്ങളിത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഈ കഴിഞ്ഞ കൊല്ലത്തെ കാര്യം സ്ട്രെസ് ചെയ്ത് പറയുന്നത് എന്താണെന്നറിയോ, ഞാൻ കഴിഞ്ഞ കൊല്ലം ഇത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് +1 ഹിസ്റ്ററിക്ക് മാത്രമായിരുന്നു 2 മാർക്ക് കുറഞ്ഞു പോയത്. അപ്പോൾ ആ 2 മാർക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യമൊക്കെ, അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ എഴുതിയതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയുന്നത് കേട്ടോ. ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻസ് കൃത്യമായിട്ട് നോക്കുക. വൺ വേർഡോ ക്രൊണോളജിയോ എന്ത് വന്നാലും നമുക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, കൃത്യമായിട്ട് അത് പഠിച്ചിട്ട് പോവുക. കുറേ ആൾക്കാർ ട്രാവൽ ചെയ്ത കാര്യമൊക്കെ ആണല്ലോ പറയുന്നത്, അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പോവുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഓക്കെ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നമുക്ക് എസ് എ ടോപ്പിക്കാണ്, 8 മാർക്കിന് ചോദിക്കുന്നതാണ്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കൊല്ലം ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എസ് എക്ക് ചോദിച്ചതായിരുന്നു. സോ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ ബ്രിട്ടീഷിൻ്റെ ലീഡർഷിപ്പ് പറയുന്നുണ്ട് അതിനകത്ത്. ഓക്കെ, ഇതിനകത്ത് പറയുന്ന ഈ ടോപ്പിക്സുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോവേണ്ടതാണ് കേട്ടോ. കോൾ ആൻഡ് അയൺ ഇൻഡസ്ട്രീസിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു ബോക്സ് കാണുന്നുണ്ടല്ലോ. ഓക്കെ, അതായത് പ്രധാനപ്പെട്ട ഇൻവെൻഷൻസും അതിൻ്റെ ഇൻവെൻറ്ററും അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളതും ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഈ ഒരു എസ്സേ നമ്മൾ എഴുതുന്ന ടൈമിൽ ഈ ബോക്സ് ഒന്നും വരച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മാർക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബോക്സ് വരയ്ക്കാൻ പഠിക്കണമെന്നല്ല പറഞ്ഞത്, ഇതിനകത്തുള്ള കാര്യങ്ങൾ കണ്ടൻറ്റ് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോവുക കേട്ടോ. ഇൻവെൻഷൻസും അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്താക്കൂടാ, മാച്ച് ദ ഫോളോവിങ്ങിനും അല്ലെങ്കിൽ വൺ വേർഡിനൊക്കെ ചോദിക്കാറുണ്ട്. എസ്സേക്കൊന്നും ഈ ടോപ്പിക്ക് വന്നില്ല എന്നുണ്ടെങ്കിലും, അതുകൊണ്ടാണ് പറയണത്. അതുപോലെ തന്നെ റവല്യൂഷൻ ഇൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഇതിനകത്തൊരു ബോക്സ് ഉണ്ട്. ഇൻവെൻഷൻസ് അഗെയിൻ അത് ആ ഒരു കാര്യം തന്നെയാണ് വരുന്നത്, അത് നിങ്ങൾ പഠിക്കുക. ഇതൊക്കെ എന്താ പറയുക, കൂടുതലൊന്നും പറയാനില്ല, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, എസ് എ ടോപ്പിക്കാണ്. എസ് എക്ക് വന്നില്ലെങ്കിൽ ഷോർട്ട് എസ്സേക്ക് വരാം, ഷോർട്ട് എസ്സേക്ക് വന്നില്ലെങ്കിൽ ഇതൊക്കെ വൺ വേർഡിന് വരാം. അതുകൊണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനൊന്നും ഇതിനകത്തില്ല. ഓക്കെ, ദെൻ ഓഫ് കോഴ്സ് നമ്മുടെ റവല്യൂഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് പവർ വരുന്നുണ്ട്, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പറയുന്നുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്ന എസ്സേക്കകത്ത് വരുന്നത്. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ എഴുതാനോ പഠിക്കാനോ നമുക്ക് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓരോ ടോപ്പിക്സും എന്താണ് കാര്യം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ വരെയുള്ള ലാംഗ്വേജിൽ എഴുതുക. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ 2 ബോക്സസ് ആണ്. ഓക്കെ, അതാണ് ഞാൻ ആ ബോക്സസിന് വീണ്ടും സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത്. കാരണം ഈ ഒരു എസ്സേക്കകത്ത് നമ്മളിത് വരച്ച് വെക്കുമ്പോൾ ഇത് പെട്ടെന്ന് ടീച്ചേഴ്സ് കാണും. ഓക്കെ, അപ്പോൾ എന്താക്കും, അത്യാവശ്യം എഴുതിയിട്ടുണ്ടല്ലോ ആ ഒരു ഇത് വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ബോക്സ് കൃത്യമായിട്ട് കഴിയുമെങ്കിൽ ഇതുപോലെ വരച്ചൊക്കെ തന്നെ ഒന്ന് എഴുതാനായിട്ട് നോക്കുക. 2 ബോക്സും ഈ എസ്സേക്കകത്ത് വരുന്നതാണ്. ഓക്കെ,
കുറേ ടോപ്പിക്സും ഉണ്ട്. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിനൊന്ന് വായിച്ച് മനസ്സിലാക്കുക. പറ്റുന്നവരെല്ലാം നന്നായിട്ട് ഇതിനെ പഠിച്ച് എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ദേ ഇങ്ങനൊരു ടോപ്പിക് ഉണ്ട്, ഗ്രീവാൻസസ്, ആസ്പിറേഷൻസ് ആൻഡ് പ്രൊട്ടസ്റ്റ് മൂവ്മെൻറ്റ്സ്. നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷന് എതിരായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ അരങ്ങേറി എന്നുള്ള കാര്യമാണ് പറയുന്നത്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കുന്നൊരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ഒരു 4-5 മാർക്കിന് ചോദിക്കാം. അതിനകത്തൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അതിനകത്തൊക്കെ 1 വേർഡ്സും വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ പഠിക്കുക. അപ്പോൾ 1 വേർഡ്സ് കൂടി ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കിട്ടുമല്ലോ. ഈ ഒരു ടോപ്പിക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഗ്രീവാൻസസ്, ആസ്പിറേഷൻസ് ആൻഡ് പ്രൊട്ടസ്റ്റ് മൂവ്മെൻറ്റ്സ്. നമുക്ക് ഒരുമിച്ച് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയോ, ലുദ്ധിസത്തെ പറ്റി ചോദിക്കും. ഓക്കെ, ലുദ്ധിസം ഞാൻ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ലുദ്ധിസം ഇത് കഴിഞ്ഞ കൊല്ലം വീണ്ടും 2 മാർക്കിന് എങ്ങാണ്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ലുദ്ധിസം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ജനറൽ നെഡ് ലുഡ് കൊണ്ടുവന്ന ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ലുദ്ധിസം. ഈ ഒരു നമ്മുടെ വ്യാവസായിക വിപ്ലവത്തിനെതിരായിട്ട് വന്ന ഒരു ശക്തമായൊരു പ്രസ്ഥാനമായിരുന്നു ലുദ്ധിസം എന്ന് പറയുന്നത്. ഇത് 2 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണ് സെപ്പറേറ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ് ലുദ്ധിസം എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് തന്നെ വരുന്നൊരു ടോപ്പിക്കാണ് വിമൻ, ചിൽഡ്രൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികളും അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് ട്രോമാസ് ഉണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ആ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. ഷോർട്ടസേക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്, പഠിച്ചിട്ട് പോവുക. നെക്സ്റ്റ് നമുക്ക് വരുന്ന ചാപ്റ്ററാണ് ഡിസ്പ്ലേസിങ് ഇൻഡിജിനസ് പീപ്പിൾസ്. ഓക്കെ, തദ്ദേശീയ ജനതയുടെ സ്ഥാനഭ്രംശം എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. സോ ഇതിനകത്ത് നമുക്ക് ഒരുപാട് ടോപ്പിക്സ് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനില്ല. ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരൊറ്റ ടോപ്പിക്ക് ഗോൾഡ് റഷ് ആണ് കേട്ടോ. ഗോൾഡ് റഷ് നമുക്കൊരു 3-4 മാർക്കിന് എല്ലായ്പ്പോഴും ചോദിക്കുന്നൊരു ടോപ്പിക്കാണ്. സ്വർണത്തിനായുള്ള ഇരച്ചുകയറ്റവും വ്യവസായങ്ങളുടെ വളർച്ചയും ഗോൾഡ് റഷിനെ പറ്റിയിട്ട്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഈ ഒരു ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ടും എല്ലാവരും പഠിച്ചിട്ട് പോകട്ടോ. ഇത് മാത്രം പഠിച്ചാലും മതിയാവും. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. പ്രത്യേകിച്ചും ഇതിൻ്റെ ബിഗിനിങ്ങിലൊക്കെ പറയുന്നത് അതായത് നേറ്റീവ്സിൻ്റെ പ്രശ്നങ്ങളും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് റെയറായിട്ടൊക്കെ ഒരു ഷോർട്ടസ്റ്റ് ലെവലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ കൂടുതലായിട്ടും വരുന്നത് ഗോൾഡ് റഷിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ലൂസിയാന പർച്ചേസിനെയൊക്കെ പറ്റിയിട്ട് പറയുന്നുണ്ട് ഇടയ്ക്ക്. ഓക്കെ, അതൊക്കെ നമുക്ക് 1 വേർഡിനൊക്കെ വേണമെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്ററിന് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കുക. പക്ഷേ ഗോൾഡ് റഷ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. നേറ്റീവ് പീപ്പിൾസിന് അവരുടെ ലാൻഡ് നഷ്ടപ്പെടുന്നു ആൻഡ് അത് റിഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സമരം നടത്തുന്നു, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിക്കാൻ പറ്റുന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഇപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഗോൾഡ് റഷ് മാത്രം ഇതിനകത്ത് നിന്ന് പഠിച്ചാൽ മതിയാവും. ഓക്കെ, കാരണം ബാക്കിയൊക്കെ നമുക്കങ്ങനെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ പറ്റുന്നവർ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോകുന്നതിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. മേ ബി അഥവാ എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. ഇനി നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററാണ് പാത്ത് ടു മോഡേണൈസേഷൻ എന്ന് പറയുന്നത്, ആധുനികവൽക്കരണത്തിലേക്കുള്ള പാതകൾ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഒറ്റ വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമല്ലോ. സോ എന്തായാലും ഈ ഒരു ചാപ്റ്റർ കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണല്ലോ. ഇവിടെ ഫസ്റ്റ് തന്നെ ജപ്പാനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ജപ്പാനിലുള്ള പൊളിറ്റിക്കൽ സിസ്റ്റം, രാഷ്ട്രീയ വ്യവസ്ഥയെ പറ്റിയിട്ട്. ഇത് നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ്. കാരണം ഇതിനകത്ത് ഉള്ള ടേംസ് ഉണ്ട്, ഷോഗൺസ്, തോക്കുഗാവ ഫാമിലി ആൻഡ് ഡെയ്മിയോ, ഇതൊക്കെ സാമുറായി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് 2 മാർക്സിനോ 1 വേർഡിനോ ഒക്കെ ചോദിക്കുന്ന ടോപ്പിക്കുകളാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട്, അതായത് ജപ്പാൻ്റെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോവുക. ഓക്കെ, അത് ജപ്പാൻ്റെ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ പറ്റിയിട്ടൊരു ഷോർട്ട് നോട്ട് എഴുതാനോ അങ്ങനെയൊക്കെ പറഞ്ഞും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിനകത്തുനിന്ന് 1 വേർഡും 2 മാർക്സും ഒക്കെ വരാനും ചാൻസ് ഉണ്ട്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടതാണ് മേജി റെസ്റ്റോറേഷൻ, മേജി പുനഃസ്ഥാപനം. 8 മാർക്കിനോ അല്ലെങ്കിൽ 5-6 മാർക്കിനൊക്കെ ഷോർട്ടസ് ആയിട്ടോ എസ്സേയൊക്കെയോ ഒക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് മേജി റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ പഠിക്കുക. അത്യാവശ്യം കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട് കേട്ടോ. ജപ്പാൻ ആ ഒരു മേജർ റെസ്റ്റോറേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ചൈനയെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ചൈന റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറേ ലീഡേഴ്സിൻ്റെ പേരൊക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതിയാവും. പിന്നെ നിങ്ങൾ കൃത്യം ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ കൃത്യമായിട്ട് പഠിക്കേണ്ടത് എസ്റ്റാബ്ലിഷിംഗ് ദ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നു എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. ഇതിനകത്ത് നമുക്ക് സന്യാസനെ പറ്റിയിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക കേട്ടോ.
നമ്മുടെ ചൈനയുടെ മാറ്റത്തിന് വേണ്ടിയിട്ട്, പുരോഗതിക്ക് വേണ്ടിയിട്ട് സൺയാസൻ കൊണ്ടുവന്ന 3 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഓക്കെ, സാൻ മീൻ ചുയി എന്ന് പറഞ്ഞിട്ട് 3 തത്വങ്ങളുണ്ട്. ഇത് 3 കാര്യങ്ങളും നമുക്ക് ഒരു 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇത് നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും പഠിക്കേണ്ട ക്വസ്റ്റ്യനാണ് കേട്ടോ. ഓക്കെ, അതായത് ഈ 3 പ്രിൻസിപ്പിൾസ് സൺ മിൻ ചുയി എന്ന് പറയുന്ന സംഭവം എന്താണെന്നുള്ളത് കൂടി നിങ്ങൾ പഠിക്കുക. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി നിങ്ങൾ പഠിക്കുക, ഡെഫിനേഷൻ കൂടി നിങ്ങൾ പഠിക്കുക. ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങനെ കൂടി വേണം എഴുതാനായിട്ട് കേട്ടോ. അപ്പോൾ സൺയാസൻ കൊണ്ടുവന്ന 3 പ്രിൻസിപ്പിൾസ് 3 തത്വങ്ങൾ എന്തൊക്കെയായിരുന്നു അത് നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അത് നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടതാണ് ലോങ് മാർച്ചിനെ പറ്റിയിട്ട്. ഓക്കെ, ദാറ്റ് ഈസ് ലോങ് മാർച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഷോർട്ട് എസ്സേക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. സൺയാസൻ്റെ നേതൃത്വത്തിൽ നടന്ന ലോങ് മാർച്ച് കൃത്യമായിട്ട് എന്താക്കുക, നിങ്ങൾ പഠിക്കുക. സെപ്പറേറ്റ് ആയിട്ട് നോക്കിയാൽ മതി. ഇത് എന്താ പറയുക, പലതും ഇങ്ങനെ മിങ്കിൾ ചെയ്തൊക്കെയാണ് കിടക്കുക. ലോങ് മാർച്ച് മാത്രം അവിടെ നിന്ന് നോക്കിയിട്ട് പോയാൽ മതിയാവും കേട്ടോ. പിന്നെ ഇത് ചൈനയിൽ കൊണ്ടുവന്ന റിഫോംസിനെ പറ്റി പറയുന്നുണ്ട്. അതായത് 1978 മുതലുള്ള പരിഷ്കാരങ്ങളെ പറ്റിയിട്ട്. ഇത് നിങ്ങളൊന്ന് വായിച്ച് പോവുക. പ്രത്യേകിച്ച് 4 മോഡേണൈസേഷൻസിനെ പറ്റി പറയുന്നുണ്ട്, 4 നവീകരണങ്ങളെ പറ്റിയിട്ട്. ഓക്കെ, ആ ടോപ്പിക്സ്, ആ ഒരു പോയിൻ്റൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പോകട്ടോ. 5th മോഡേണൈസേഷൻ വരുന്നുണ്ട്. ഈ ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചിട്ട് പോയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ളത്. ഈ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സുകളല്ല. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് പഠിച്ചിട്ട് പോവുക. ആൻഡ് ബാക്കിയുള്ള ടോപ്പിക്സൊക്കെ പറ്റുന്ന പോലെ വായിക്കുക. കാരണം ഇപ്പോൾ ക്വസ്റ്റ്യനൊക്കെ പാറ്റേണൊക്കെ ഒന്ന് മാറുകയാണ്. കഴിഞ്ഞ വർഷത്തെ പാറ്റേണിൽ തന്നെ അത്യാവശ്യം കുറച്ച് ചേഞ്ചസ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കൊല്ലത്തെക്കാളും കുറച്ചൊക്കെ ചേഞ്ചസ് വരുത്തിയായിരുന്നു കഴിഞ്ഞ വർഷം നിങ്ങളുടെ പബ്ലിക് എക്സാം വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അങ്ങനെ പാറ്റേണൊക്കെ കുറച്ച് ചേഞ്ച് വരുത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി കുറച്ച് 1-2 ചോദ്യങ്ങളൊക്കെ റെയറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നുകൂടാന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് ഈ ലാസ്റ്റത്തെ 2 ചാപ്റ്ററും കണക്കിലെടുത്താണ് ഞാൻ പറയുന്നത്. എന്താക്കുക, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് കൃത്യമായിട്ട് വൃത്തിക്ക് പഠിക്കുക. ആൻഡ് ബാക്കിയുള്ള ടോപ്പിക്സുകൾ ഒരുപാടുണ്ട്, ടെക്സ്റ്റിൽ നോക്കി കാണാനായിട്ട് പറ്റും. സോ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച്, സമയം കിട്ടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോകുക കേട്ടോ. ഓക്കെ, അഥവാ ഇപ്പോൾ ഒരു ടഫർ ലെവലിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് ആ ഒരു കാര്യം കൂടി പറഞ്ഞത്. ഈ ലാസ്റ്റ് 2 ചാപ്റ്റർ മാത്രമാണ് കേട്ടോ. ബാക്കി ചാപ്റ്റേഴ്സൊക്കെ മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളതൊക്കെ തന്നെയാണ്. ഈ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സിലാണ് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് ഉള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ഇമ്പോർട്ടൻസ് ഉള്ളത് മാത്രം ജസ്റ്റ് നന്നായിട്ട് പഠിക്കുക. ആൻഡ് ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോവുക. ഓക്കെ, അത്രയും ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇനി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക കൃത്യമായിട്ട്. ആൻഡ് നമ്മൾ എക്കണോമിക്സിൻ്റെയും പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് ഇതുപോലെ പറയുന്ന രീതിയിൽ. സോ അതൊക്കെ നമ്മുടെ പ്ലേലിസ്റ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ കിട്ടും. ആൻഡ് ഇത് എന്താക്കാം, ഇതും ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റായിട്ട് തന്നെ ഇട്ടിട്ടുണ്ടാവും. സോ ഇതെന്തായാലും നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് വിശ്വസിക്കുന്നത്. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് പറയാം കേട്ടോ. ഓക്കെ, പിന്നെ എനിക്ക് ചുമയുടെ കുറച്ച് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കുറച്ചിങ്ങനെ ബ്രേക്ക് ചെയ്ത് പറയുന്നത്. ആൻഡ് അത് ഇറിറ്റേഷൻ ആയെന്ന് എനിക്കറിയില്ല. ദെൻ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താക്കുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.